إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, വിശ്വാസിനികൾ, അല്ലാഹുവിനെ ഭയപ്പെട്ട് സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. യഥാർത്ഥ മുത്തഖികളായി ജീവിക്കുവാൻ, അതിൻ്റെ ഫലം എന്ന നിലക്ക് റബ്ബ് ഒരുക്കി വെച്ച സ്വർഗ ലോകം കരസ്ഥമാക്കുവാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് സന്തോഷത്തോടുകൂടി നാം പ്രവേശിച്ച പരിശുദ്ധമായ റമദാൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് പ്രയാസമുണ്ടാക്കും വിധം അത് അകലുകയാണ്. 10 ദിവസം അല്ലെങ്കിൽ 9 ദിവസം മാത്രം ബാക്കി നിൽക്കാൻ പോവുകയാണ്. പിന്നിട്ട ദിനങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി സൂക്ഷ്മമായ പരിശോധന നടത്തി വരാനിരിക്കുന്ന ദിവസങ്ങളെ ധന്യമാക്കണമെന്ന് എന്നെയും എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസി സഹോദരങ്ങളെയും ഓർമ്മപ്പെടുത്തുകയും പ്രത്യേകമായ മേഖലകളിൽ നിന്നുകൊണ്ടുള്ള പുനഃപരിശോധനകൾ അനിവാര്യമാണ്. വിശുദ്ധ ഖുർആന്റെ അവതീർണമായ റമദാൻ, ആ ഖുർആനുമായി ഞാൻ എത്രമാത്രം ബന്ധപ്പെട്ടു. പാപമോചനത്തിന്റെ രാവുകളായ, സ്വർഗപ്രവേശനത്തിന്റെ രാവുകളായ റമദാനിന്റെ രാവുകളെ തൗബയ്ക്കു വേണ്ടി, ഇസ്തിഗ്ഫാറിനു വേണ്ടി ഞാൻ എത്രമാത്രം ഉപയോഗപ്പെടുത്തി. തൗഹീദിനു വേണ്ടിയുള്ള പോരാട്ടം നടന്ന ബദർ, അതിന്റെ സ്മരണകൾ അയവിറക്കി ആ ദിവസങ്ങളൊക്കെ നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയപ്പോൾ വിശ്വാസ രംഗത്ത് തന്റെ വിശ്വാസത്തെ ശരിപ്പെടുത്താനും ദൃഢപ്പെടുത്തുവാനും ഈ റമദാനിനെ ഞാൻ എത്രമാത്രം ഉപയോഗപ്പെടുത്തി എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മിൽ കൃത്യമായി നിലനിൽക്കേണ്ടതാണ്. ഇനി ബാക്കിയുള്ളത് 9-10 ദിവസം. ഈ ഒരു സമയത്തിലേക്ക് സമീപിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപവും ഭാവവും ഒക്കെ പ്രകടമായ ശക്തമായ മാറ്റങ്ങൾ പ്രകടമാകുമായിരുന്നു.
അവിടുത്തെ പത്നി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഇദാ കാന ദഖലൽ അശ്റു, അവസാന 10 പ്രവേശിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി അഹ്യൽ ലൈല, രാത്രികളൊക്കെ ജീവിപ്പിക്കുമായിരുന്നു, രാത്രിയിൽ ഉറക്കുണ്ടായിരുന്നു. പൂർണ്ണമായും ഇബാദത്തുകൾക്ക് വേണ്ടിയുള്ള ഒരു ജീവിപ്പിക്കുന്ന അവസ്ഥയാണ് അവസാനത്തെ 10 ഉണ്ടായിരുന്നത്. വശദ്ദ മിഅ്സറ വായിഖലാഹില, തന്റെ അരയുടുപ്പിനെ ഒന്ന് മുറുക്കിയെടുക്കുമായിരുന്നു. പ്രത്യേകമായ ചില പണികൾക്ക് വേണ്ടി നമ്മൾ ഇറങ്ങുമ്പോൾ തുണി ഒന്ന് മുറുക്കിയെടുത്ത്, വേണ്ടി വന്നാൽ ഒന്ന് മടക്കി ഒന്ന് കുത്തി ഒരു ഒരുക്കമുണ്ട്. അത്തരം ഒരു ഒരുക്കം പ്രവാചകനിൽ പ്രകടമായിരുന്നു. താനൊറ്റക്കല്ല, തന്റെ കൂടെ നാളെ സ്വർഗത്തിൽ തന്റെ അഹ്ലുകാരും ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടുകൂടി അവിടുത്തെ വീട്ടുകാരെ മുഴുവൻ, താൻ മാത്രമല്ല രാത്രിയെ ജീവിപ്പിച്ചത്, അഹ്ലുകാരെ കൂടി റസൂലുള്ളാഹി വിളിച്ചുണർത്തുമായിരുന്നു എന്നുള്ളത്. വളരെ പൂർണ്ണമായ ഇബാദത്തുകളിലേക്ക് ലയിച്ചു ചേരേണ്ട, മുഴുകിച്ചേരേണ്ട ദിവസങ്ങളാണ് നമ്മുടെ മുൻപിൽ വരാനിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ നിർവഹിക്കപ്പെടേണ്ട ഓരോ ഇബാദത്തുകളെ സംബന്ധിച്ചും ഞാൻ വിശദീകരിക്കുന്നില്ല. 2-3 കാര്യങ്ങൾ മാത്രം ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നു, പ്രത്യേകമായ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. അതിലൊന്ന് ദാനധർമ്മമാണ്, സ്വദഖയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വദഖയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ചുള്ള നിരവധി അധ്യാപനങ്ങൾ എത്രയോ ക്ലാസ്സുകളിലൂടെ നമ്മൾ കേട്ടവരാണ്. പക്ഷേ എത്രമാത്രം ഞാൻ അതിലേക്ക്, ആ ഒരു നിലവാരത്തിലേക്ക്, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിലേക്ക്, പരിഗണിക്കുന്നതിലേക്ക്, എനിക്ക് റബ്ബ് നൽകിയ സമ്പത്തിനെ നാളേക്ക് ഉപകാരപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ആക്കി മാറ്റാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് നമ്മളെ കുറിച്ച് ഓർക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്നു, മാ നഖസത് സദഖത്തു മിൻ മാൽ, ഒരാളുടെയും സമ്പത്തിനെ അയാളുടെ സ്വദഖ ചുരുക്കി കളയുകയില്ല എന്ന്. ചെലവഴിച്ചതിന്റെ പേരിൽ, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടതിന്റെ പേരിൽ കൃത്യമായ സക്കാത്ത് നൽകുകയും അനാഥരുടെയും അഗതികളുടെയും ദരിദ്രരുടെയും വിധവകളുടെയും പ്രശ്നങ്ങളിൽ ഇടപെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചതിന്റെ പേരിൽ ഒരിക്കലും ഒരാളുടെ സമ്പത്തിന് ഒരു നിലക്കുമുള്ള കുറവും ഉണ്ടാവുകയില്ല. തുടർന്നുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞത്, വിട്ടുവീഴ്ച പ്രകടിപ്പിച്ചാൽ അത് മുഖേന ഒരു അബ്ദിന്റെ, അവന്റെ ഇസ്സത്തിനെ അല്ലാഹു ഇസ്സത്തല്ലാതെ അല്ലാഹു വർദ്ധിപ്പിക്കുകയില്ല. ഒരാള് വിനയം പ്രകടിപ്പിച്ചാൽ, ഒരാൾ വിട്ടുവീഴ്ച ചെയ്താൽ, ഒരാൾ സ്വതക്ക ചെയ്താൽ ഇത് മുഖേന ഉണ്ടാകാൻ പോകുന്നത് പ്രതാപത്തിന്റെ വർധനവും സമ്പത്തിന്റെ വർധനവും മാത്രമായിരിക്കുമെന്ന. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പകരം നൽകുമെന്ന, ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് ചെലവഴിക്കുന്നതിന് പകരമായി ലഭ്യമാകുമെന്ന ശക്തമായ ഈമാനോടുകൂടിയുള്ള ഒരു തുറന്ന, ഒരു കെട്ടി നിർത്തപ്പെട്ട ഒരു ജലപ്രവാഹത്തെ തുറന്നു വിട്ടതുപോലെ, ശക്തമായ ഒരു കാറ്റടിക്കുന്നത് പോലെ ഒരു ദാനധർമ്മ മേഖലയിലുള്ള ഒരു ഇടപെടൽ ഈ സന്ദർഭത്തിൽ വരാനിരിക്കുന്ന 10 ദിവസങ്ങളിൽ നമ്മിൽ നിന്ന് പ്രകടമാകണമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്ത് സുമറിന്റെ 34-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വമാ അൻഫഖ്തു മിൻ ഷൈ, എന്തെങ്കിലും നിങ്ങൾ ആരെങ്കിലും ചെലവഴിച്ചാൽ ഫഹുവ യുഖ്ലിഫുഹു, അല്ലാഹു അതിന് നിങ്ങൾക്ക് പകരം നൽകും. വഹുവ ഖൈറുർ റാസിഖീൻ, റിസ്ഖ് നൽകുന്നതിൽ, ഇങ്ങോട്ട് അവനവന് ആവശ്യമുള്ളത് നൽകുന്നതിൽ ഏറ്റവും ഉത്തമൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്നു. അതുകൊണ്ട് ധൈര്യമായി മറ്റുള്ളവർക്കൊക്കെ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെലവഴിച്ചാൽ, അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് തിരിച്ചു പ്രതീക്ഷിച്ചാൽ, ചിലപ്പം കിട്ടിയെന്ന് വരും, ചിലപ്പം കിട്ടിയില്ലെന്ന് വരും. സേവന പ്രവർത്തനങ്ങളൊക്കെ ആളുകൾക്കൊക്കെ ഒന്ന് ചെയ്തു കൊടുത്താൽ ചിലപ്പോ ഒന്ന് ചിരിച്ചു കാണിക്കും, ചിലപ്പോ ഒന്ന് ബാറക്കല്ലാഹ് എന്ന് പറയും. അവരിൽ നിന്ന് ചിലപ്പോൾ തത്തുല്യമായതൊന്നും കിട്ടില്ല, ചില പ്രാർത്ഥനകൾ അവസാനിക്കും. പ്രാർത്ഥിക്കണമെന്ന് പോലും ഇവരല്ലാത്ത ചില മനുഷ്യന്മാരുണ്ട്, എന്തെങ്കിലും കിട്ടിയാൽ അത് പോക്കറ്റിലിട്ട് പോവുകയും ചെയ്യും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ഖ് നൽകുന്നതിൽ ഏറ്റവും ഉത്തമനാണ് എന്ന് വിശുദ്ധ ഖുർആനിന്റെ വാചകത്തിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി പറയുന്നു, ഖാലല്ലാഹ്, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, അൻഫിഖ് യാ ഇബ്ന ആദം, ആദമിന്റെ മക്കളെ നിങ്ങൾ ചെലവഴിക്കുക, വൻഫിഖ് അലൈക, നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടും, നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കപ്പെടും.
നമ്മുടെ പ്രശ്നങ്ങൾ എന്താവട്ടെ, ആ പ്രശ്ന പരിഹാരത്തിനുള്ള മാർഗമാണ് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലകാൻ യൻസിലാൻ ഫയഖൂലു അഹദുഹുമാ അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫാ. പ്രത്യേകമായി അല്ലാഹ് ചുമതല കൊടുത്തിട്ടുണ്ട് മലക്കുകൾ. ആ മലക്കുകൾ രാവിലെ ഇറങ്ങി വരും. ഇറങ്ങി വന്നിട്ട് അവർ പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുവേ, ചെലവഴിക്കുന്ന ആളുകൾക്ക് നീ പകരം നൽകണമേ. വയഖൂലുൽ ആഖിർ, രണ്ട് മലക്കാ ഇതിനു വേണ്ടി വരുന്നത്. അതിൽ രണ്ടാമത്തെ മലക്കിന്റെ പ്രാർത്ഥന, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫാ, തടഞ്ഞു വെച്ചവന് നീയും തടഞ്ഞു വെക്കണമേ, ചെലവഴിച്ചവന് നീ നൽകണമേ. എന്താണ് മലക്കിന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത? വമഅലൂമുൻ, അറിയപ്പെട്ട ഒരു വിഷയമാണ്. അന്ന ദുആ അൽ മലായികതി മുജാബുൻ, പൂർവികരായ പണ്ഡിതന്മാർ പറഞ്ഞതാ, മലക്കുകളുടെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കും എന്ന വിഷയത്തിൽ ഒരു സംശയവുമില്ല. ഉത്തരം നൽകപ്പെടുന്ന പ്രാർത്ഥനയാണ് മലക്കുകളുടെ. അത് അറിയപ്പെടുന്ന മശ്ഹൂറായ മഅലൂമായ വിഷയമാണ്. മലായികത്തുകളുടെ പ്രാർത്ഥന നമുക്ക് ലഭ്യമാക്കാൻ സഹായകരമായി തീരുന്നതാണ് നമ്മുടെ ചെലവഴിക്കലുകൾ എന്ന തിരിച്ചറിവിൽ നിന്ന് കേവലം എന്തെങ്കിലും ഒരു 1000 റുപ്യ 2000 റുപ്യക്കൊന്ന് ചില്ലറാക്കി വെച്ച് വരുന്നവനക്കൊക്കെ ഒന്ന് ചുരുട്ടി 10 റുപ്യ 20, അതിന്റെ ഒക്കെ ഒരു അപ്പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് നിന്ന് എന്തൊക്കെയോ പോയിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് ഫീൽ ചെയ്യുന്ന, അനുഭവപ്പെടുന്ന തരത്തിലുള്ള ഒരു ചിലവഴിക്കൽ. എവിടെ ചെലവഴിക്കേണ്ടത്? അർഹരായവരെ കണ്ടെത്തി എത്തിക്കാൻ ശ്രദ്ധിക്കണം. കുടുംബങ്ങളിലും അയൽപക്കങ്ങളിലും നാട്ടിലും ഒക്കെ അഭിമാന ബോധത്തോടു കൂടി ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവും. ചോദിച്ചു മുമ്പിലേക്കൊന്ന് വന്നോളണം. റമദാൻ സാധാരണ കാണാത്ത ആൾക്കാരെങ്ങനെ റമദാൻ ആവുമ്പോൾ അടുത്ത് കൈ വന്ന് ഇങ്ങനെ ഒന്ന് മുട്ടി ഒരുമി സലാം പറഞ്ഞ് സുഖല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ, ചിലതൊക്കെ പ്രതീക്ഷിക്കുന്ന ആളുകൾ. പക്ഷേ പ്രതീക്ഷിക്കാതെ പ്രാർത്ഥനയുമായി റബ്ബുൽ തവക്കുലാക്കി കഴിഞ്ഞുകൂടുന്ന എത്രയോ ആളുകൾ സമൂഹത്തിലുണ്ട് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാ മേഖലകളിലേക്കും വിശാലമായ ഒരു ചെലവഴിക്കപ്പെടൽ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം. പ്രബോധന മേഖലയിൽ അറബി കോളേജുകൾ, ദഅവത്ത് രംഗത്ത് നാളെയുടെ വാഗ്ദാനങ്ങളായി നിലനിൽക്കേണ്ട പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളിലേക്ക്, അനാഥശാലകളിലേക്ക്, പള്ളികളിലേക്ക്, പള്ളികളിലെ നോമ്പ് തുറപ്പിക്കലുകളിലേക്ക്, വരാനിരിക്കുന്ന പെരുന്നാളിന് വസ്ത്രം ധരിക്കാൻ കഴിവില്ലാതെ പ്രയാസപ്പെടുന്ന ദരിദ്രരായ നമ്മുടെയൊക്കെ ബന്ധുങ്ങളിലും അല്ലാതെയും ഒക്കെയുള്ള മക്കളിലേക്ക് ചെലവഴിക്കപ്പെടലിന്റെ മേഖല വിശാലമാകേണ്ടത്. മുമ്പിലേക്ക് വരിക, പള്ളിയിൽ പിരിവ് അനൗൺസ് ചെയ്യുക, ബക്കറ്റ് പിടിച്ച് നിൽക്കുന്ന ആള് അതിലൊരു സ്ഥിരമായി അത് നടക്കേണ്ടതാണ്. അത് നടക്കുന്നതോടൊപ്പം അർഹരായ ആളുകൾ, വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വഫി അംവാലിഹിം, അവരുടെ സമ്പത്തിലുണ്ട് ഹഖ്ഖുൻ ലിസ്സാഇരി വൽ മഹ്റൂം, ചോദിച്ചു വരുന്ന ആളുകൾക്ക് ഒരു ഹക്കുണ്ട്. മഹ്റൂം, തടയപ്പെട്ട ആളുകൾ, ഒരു തടഞ്ഞിട്ട് അവിടെ ഇരിക്കുക വീട്ടില്, അവർക്ക് വരാൻ പോലും കഴിയാതെ രോഗബാധിതരായി കിടപ്പിലായ ആളുകൾ, മരണപ്പെട്ട് ഭർത്താക്കന്മാര് മരണപ്പെട്ട് മറ്റുള്ളവരുടെ മുൻപിലേക്ക് കൈനീട്ടി ചെല്ലാൻ മാനസികമായി പ്രയാസം അനുഭവിക്കുന്ന വിധവകൾ, ഒരുപാട് ആളുകളുണ്ട്. ചോദിക്കുന്നവർക്കും തടയപ്പെട്ട് കിടക്കുന്ന ആളുകൾക്കും നിങ്ങളുടെ സമ്പത്തിൽ ഒരു അവകാശമുണ്ടെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കന്നുകാലികളോടല്ല, നമ്മളോടാണ്, മനുഷ്യരോടാണ്, വിശ്വാസി സമൂഹത്തോടാണ്. ശക്തമായ തിരിച്ചറിവോടുകൂടി ആയിരിക്കണം നമ്മുടെ ഇടപെടലുകൾ എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ ആയി കഴിഞ്ഞാൽ, റമദാനിന്റെ അവസാനത്തെ 10 ആയി കഴിഞ്ഞാൽ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ധാരാളമായി ചെലവഴിക്കുന്നവൻ റസൂലായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ റസൂൽ ധാരാളമായി ചെലവഴിക്കാറുണ്ടായിരുന്നു. റമദാനിന്റെ എല്ലാ രാത്രികളിലും ജിബ്രീൽ അലൈഹിസ്സലാം റസൂലിനെ കണ്ടുമുട്ടുമായിരുന്നു. റസൂലിനെ കണ്ടാൽ പ്രത്യേക ചെലവഴിക്കൽ. എന്താ ജിബ്രീലിനെ കാണുമ്പോ? ജിബ്രീൽ അലൈഹിസ്സലാം ചെലവഴിക്കണമെന്ന മോട്ടിവേഷൻ, ചെലവഴിക്കാനുള്ള പ്രചോദനം, അതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തിക്കൊണ്ട് റസൂലുള്ളാഹി ഉപദേശിക്കുന്നു. ആ ബോധ്യപ്പെടൽ ഉണ്ടാകുമ്പോൾ, ആ കണ്ടുമുട്ടലിൽ നിന്ന് പിൻവാങ്ങിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി ധാരാളമായി മറ്റു ജനങ്ങളെ അപേക്ഷിച്ച് ഞാനായിരിക്കണമെന്നാമൻ എന്ന താല്പര്യത്തോടു കൂടിയുള്ള ചെലവഴിക്കൽ. റമദാനിന്റെ ഓരോ രാത്രികളിലും റസൂലുള്ളാഹിയുമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കണ്ടുമുട്ടുകയും റസൂലുള്ളാഹിയുടെ ഖുർആനിനെ ഹിഫ്ള് ചെക്ക് ചെയ്യാറുണ്ടായിരുന്നു.
ഓരോ ദിവസവും രാത്രി വന്ന് പ്രവാചകന് മനഃപ്പാടമാക്കി കൊടുത്ത, പ്രവാചകന് ഓതി കേൾപ്പിച്ചു കൊടുത്ത ആ ഖുർആൻ അദ്ദേഹം പരിശോധിക്കാറുണ്ടായിരുന്നു. ഫല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന യൽഖാഹു ജിബ്രീൽ അജ്വദുൻ നാസ് ബിൽ ഖൈരി മിർ റീഹിൽ മുർസല. ഒരു അടിച്ചു വീശുന്ന കാറ്റുപോലെയായിരുന്നു. അത്തരം സന്ദർഭങ്ങളിലെല്ലാം പ്രവാചകന്റെ ദാനധർമ്മത്തിന്റെ മേഖല എന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നു. ഗൗരവം ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. നമ്മൾ ഒരു സ്വയം മാറ്റത്തിന് വിധേയരാവുക ഒന്നാമതായി സൂചിപ്പിക്കാനുള്ള സ്വതക്കയുടെ മേഖലയാണ്. 2, ഈ ഒരു ദിവസത്തിൽ മാത്രമായി, ദിവസങ്ങൾക്കകത്ത് മാത്രമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ നിഅമത്തായി കൊണ്ട് മനുഷ്യന് നൽകിയതാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. നിഅമത്ത്, അനുഗ്രഹം, നന്മ, ഖൈർ ഒരാൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. എന്താണ് ഖൈർ? സമ്പത്ത് ഖൈറാണ്, മക്കളും കുടുംബവും വീടും ഒക്കെ നന്മയാണ്. എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവണമെന്ന്. എത്ര ഉണ്ടാക്കിയാലും ഉണ്ടാക്കുന്നതിന് പരിധിയുണ്ട്. സമ്പത്തൊക്കെ നമ്മൾ ഉണ്ടാക്കിയാൽ നമ്മൾ ലക്ഷ്യം വെക്കുന്ന ആ ഒരു ടാർഗറ്റിലേക്കൊന്നും എത്താൻ കഴിയും. ചിലപ്പോൾ അതിന്റെ പരിസരത്തു കൂടി പോകും. ഒക്കെ എല്ലാം അള്ളാഹുവിന്റെ ചില തീരുമാനങ്ങൾ പ്രകാരമുള്ള ഓഹരി വെക്കപ്പെടലുകളാണ്. എന്നാൽ ആ ഖൈറ് വന്നത് കയ്യിൽ നിന്ന് പോവുക, മക്കൾ ഉണ്ടാവുക, എന്നിട്ട് തന്റെ കൺമുൻപിലൂടെ മരണപ്പെട്ടു പോവുക, രോഗികളായി കിടപ്പിലായി എത്തിയില്ല. സമ്പത്ത് ഉണ്ടാവുക, വലിയ കച്ചവടക്കാരനായി, എന്നിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീണ് നാട്ടുകാരുടെ മുമ്പിലേക്ക് വരാൻ പറ്റാത്ത കോലത്തിൽ കടക്കാരനായി ഏറെ പ്രയാസാനുഭവം. നിലനിൽക്കേണ്ടതുണ്ട് ഖൈർ, നിലനിൽക്കേണ്ടതുണ്ട് ബറക്കത്ത്, നിലനിൽക്കേണ്ടതുണ്ട് റബ്ബിന്റെ നിഅമത്ത്. ഒരിക്കലും തന്റെ കയ്യിൽ നിന്ന് പോകാത്ത ഒരു ഖൈർ തനിക്ക് കിട്ടുക, അതിന്റെ പേര് സ്വർഗം എന്നാണ്. അത് ഉറപ്പിക്കാൻ അള്ളാഹ് നൽകിയ ഒരു മഹാ അനുഗ്രഹമാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. ആ ഒരു രാവിൽ അതിനെ ജീവിപ്പിക്കാൻ, ആ ഒരു രാവിൽ ഖുർആൻ പാരായണത്തിലായി മുഴുകാൻ, ആ ഒരു രാവിൽ ദാനധർമ്മങ്ങൾ നിർവഹിക്കാൻ, ആ ഒരു രാവിൽ ഖിയാമുൽ ലൈൽ നിർവഹിക്കാൻ, നന്മകൾ മാത്രമായിക്കൊണ്ട് 365 ദിവസത്തെ ജീവിതത്തിൽ നിന്ന് ഒരു 8-10 രാവുകളെ മാത്രം തനിക്ക് വേണ്ടി, തന്റെ ആഖിറത്തിനു വേണ്ടി ഒരിക്കലും അവസാനിക്കാത്ത പടച്ച തമ്പുരാന്റെ മർഹമത്താകുന്ന ലോകം ആസ്വദിക്കാനുള്ള മഹാസൗഭാഗ്യം റബ്ബ് നമ്മുടെ മുൻപിലേക്ക് വെച്ച് നീട്ടുകയാണ്. എങ്ങനെ പിടിക്കുക? ഒറ്റ മാർഗമുള്ളത് പിടിക്കാൻ. അത് പിടിക്കാനുള്ള മാർഗം ഇഅ്തികാഫാണ്. ആ രാവിനെ തനിക്ക് തന്റേതാക്കി മാറ്റാൻ, ഉപയോഗപ്രദമാക്കി മാറ്റാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഇഅ്തികാഫ്. ഇന്ന് നോമ്പ് കഴിഞ്ഞ നോമ്പ് 21 രാവിലെ ഇഅ്തികാഫ് എടുക്കാൻ ഇരിക്കാൻ. എന്താ ഇഅ്തികാഫ്? എല്ലാം മാറ്റി, ഭാര്യനെ മാറ്റിവെച്ച്, കുടുംബത്തെ മാറ്റിവെച്ച്, മൊബൈൽ ഫോണൊക്കെ ഒന്നെടുത്ത് മാറ്റിവെച്ച് അള്ളയും നമ്മളും മനസ്സ് തുറക്കുക, റബ്ബിന്റെ കലാമെടുത്ത് പാരായണം ചെയ്ത് കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളൊക്കെ ഒന്ന് ഇരുന്ന് ഇങ്ങനെ സ്വസ്ഥമായി ഒന്ന് വിലയിരുത്തി, ചെയ്തു പോയ അപാകതകളൊക്കെ ഒന്ന് തുറന്നു പറഞ്ഞ് റബ്ബിനോട് ചോദിക്കുക. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ഉദഊനി, എന്നെ വിളിച്ചോളി, അസ്തജിബു ലക്കും, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം. ഇങ്ങനത്തെ ഒരു ഓഫർ ഏത് ഷോപ്പിൽ നിന്നാ കിട്ടും? ഓഫറിന്റെ കാലാണ്, ഓഫറിന്റെ ലോകമാണ്. സ്വർഗം തരാം എന്ന് ഓഫർ നൽകുന്ന, എന്നോട് ചോദിച്ചോളി ഞാൻ തരാം എന്ന് പറയുന്ന അയലക്കാരൊക്കെയായാലും 100 രൂപന്റെ വിഷയത്തിൽ പറയോ, എനിക്കല്ല 100 രൂപന്റെ ആവശ്യം വന്ന് എന്നോടൊന്ന് ചോദിച്ചോളൂ. 100 രൂപന്റെ വിഷയത്തിൽ അയൽവാസി ഒന്ന് പറയോ, എന്തെങ്കിലും അത്യാവശ്യം എനിക്ക് 100 രൂപയ്ക്ക് വന്ന് എന്നെ വന്ന് കണ്ടാൽ മതി. ഇതിലും വലിയൊരു ഓഫർ ദുനിയാവിൽ നിന്ന് വിശ്വാസിക്ക് വേറെ കിട്ടാനില്ല. അതുകൊണ്ട് ലൈലത്തുൽ ഖദറിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് ഇഅ്തികാഫ് എന്ന് പറയുന്ന ആ ഒരു കർമ്മത്തിന്റെ പ്രാധാന്യത്തെ ഉൾക്കൊള്ളേണ്ടതുണ്ട്. പള്ളിയിൽ മാത്രം ജമാഅത്ത് നമസ്കാരം നടക്കുന്ന പള്ളിയിലായിരിക്കണം ഇഅ്തികാഫ് ഇരിക്കേണ്ടത്. നമുക്ക് മാത്രമല്ല, പൂർവികരായ ആളുകളിലേക്ക് തന്നെ കൽപ്പിക്കപ്പെട്ട ഒരു കർമ്മമായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹ് കൽപ്പിച്ചു, വാഹിദനാ ഇലാ ഇബ്രാഹീം വ ഇസ്മാഈൽ അൻ തഹിറാ ബൈതിയ ലിത്വാഇഫീന വൽ ആഖിഫീന വറുക്കഇസ് സുജൂദ്. ഇസ്മാഈലിനോടും ഇബ്രാഹിമിനോടും നാം കരാർ ചെയ്തിട്ടുണ്ട്. ആ പള്ളി ഉണ്ടാക്കിയപ്പോ, മക്കത്തെ മസ്ജിദുൽ ഹറമിന്റെ നിർമ്മാണം പൂർത്തിയായപ്പോ അതിനെ ക്ലീൻ ചെയ്ത് വെക്കണം, ശുദ്ധീകരിച്ച് വെക്കണം. ലിത്വാഇഫീന, തവാഫ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി, വൽ ആഖിഫീന, ഇഅ്തികാഫ് ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടി, വറുക്കഇസ് സുജൂദ്, റുകൂഉം സുജൂദും ചെയ്യുന്ന, നിസ്കരിക്കുന്നവർക്കും ഇഅ്തികാഫ് ഇരിക്കുന്നവർക്കും തവാഫ് ചെയ്യുന്നവർക്കുള്ള കേന്ദ്രമാണ്.
അതിനെ വൃത്തിയായി ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് നീ കൊണ്ടുപോകണം എന്ന് ഇബ്രാഹിമിനോടും മകൻ ഇസ്മായിലിനോടും നാം കരാറ് സ്വീകരിച്ചിട്ടുണ്ട് എന്ന്. അത് മുൻകാലങ്ങളിലുള്ള ഒരു നടപടിക്രമമാണ്, സുന്നത്താണ് ഇഅ്തികാഫ്. കഴിഞ്ഞ കൊല്ലങ്ങളിലേക്കൊന്നും ഞാൻ തിരിഞ്ഞു നോക്കാം. വയസ്സൊരു 50-ആയി, 40-ആയി, 60-ആയി. എത്ര ദിവസം റബ്ബിനു വേണ്ടി മാത്രം, എനിക്ക് വേണ്ടി മാത്രം, ആഖിറത്തിന് വേണ്ടി മാത്രം ഒന്ന് ഒഴിഞ്ഞിരിക്കാൻ നിസ്കരിക്കുമ്പോൾ വല്ല ശ്രദ്ധയുണ്ടാവും. നിസ്കാരം കഴിഞ്ഞ അടുത്ത സെക്കൻഡിൽ മിസ് കോൾ ചെക്ക് ചെയ്തിട്ട് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഫോൺ എടുത്ത് ഓടുകയാണ്. നിസ്കാരത്തിൽ പോലും ആരെ വിളിച്ചത്, ഏത് ഓർഡറാ വന്നത്, വാട്സപ്പിൽ എവിടെ ഓർഡർ പെൻഡിങ് ആയി കിടക്കുന്നത്, ഒരു അവനവന്റെ ആഖിറത്തുമായി ബന്ധപ്പെട്ട ലോകത്തല്ല ഒന്നും നടക്കുന്നത്. ഒക്കെ ഒന്ന് മാറ്റിവെക്കാൻ ഏതാനും ദിവസം, വെറും 10 രാവുകൾ മാത്രം, റമദാനിന്റെ അവസാനത്തെ 10 രാവുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അവിടുത്തെ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്തകിഫു അൽ അശ്റ ലവാഹിർ. റസൂലുള്ളാഹി അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. മിൻ റമദാൻ, റമദാനിൽ നിന്ന് ഹത്താ തവഫാഹുല്ലാഹ്, അല്ലാഹു റസൂലുള്ളാഹിയെ തിരിച്ചു വിളിക്കുന്നത് വരെ, റസൂലുള്ളാഹിയുടെ വഫാത്ത് സംഭവിക്കുന്നത് വരെ. സുന്നത്താണ്, മുഅക്കദായ സുന്നത്ത്. പക്ഷെ സുന്നത്തിന്റെ 2 തരത്തിലുണ്ട്. റസൂലുള്ളാഹി ഇടക്ക് ഒഴിവാക്കിയ സുന്നത്ത്, ഇടക്ക് ഒഴിവാക്കാത്ത സുന്നത്ത്. ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത് നിസ്കാരം, ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. 6 റക്അത്ത് റവാത്തിബ്. യാത്രക്കാരനായിരിക്കെ റസൂലുള്ളാഹി സുന്നത്ത് നിസ്കരിച്ചിരുന്നില്ല. അങ്ങനെ യാത്രയിലാണെങ്കിൽ ആ സുന്നത്ത് ഒഴിവാക്കലാണ് സുന്നത്ത്. പറഞ്ഞ മനസ്സിലായിട്ടുണ്ടോ? യാത്രക്കാരനായിരിക്കെ ളുഹറിന്റെ മുമ്പ് ശേഷമുള്ള സുന്നത്തുകൾ ഒഴിവാക്കലാണ് സുന്നത്ത്. അങ്ങനെ റസൂലുള്ളാഹി പഠിപ്പിച്ചു. പക്ഷെ സുബഹിന്റെ മുമ്പുള്ള സുന്നത്ത് റസൂലുള്ളാഹി ഒഴിവാക്കിയിട്ടില്ല, ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല. ഒരേ ഒരു തവണ മാത്രം റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ ഖളാ സംഭവിച്ചു. സുബഹിക്ക് യാത്രാവേളയിൽ ഉറങ്ങിപ്പോയി. സൂര്യൻ തലക്ക് അടുത്ത് 9 മണി 10 മണി സമയത്ത് കത്തി നിൽക്കുമ്പോഴാണ് ഉണരുന്നത്. ആ ഉണർന്ന വേളയിൽ ഹദീസിൽ കാണാം, റസൂലുള്ളാഹി ശുദ്ധീകരണം നടത്തിയതിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചതിന് ശേഷം സുബഹി നിസ്കരിച്ചു. രാവിലെ 9:30-10 മണിന്റെ നേരത്ത്. അപ്പോഴാണെങ്കിൽ പോലും സുബഹിയുടെ സുന്നത്ത് ഒഴിവാക്കില്ല. അപ്പൊ ഒഴിവാക്കാവുന്ന സുന്നത്തും ഒഴിവാക്കാതെ പാലിച്ച ഒരു സുന്നത്തുമുണ്ട്. ഇഅ്തികാഫ് റസൂലുള്ളാഹിയുടെ മരണം വരെ റസൂലുള്ളാഹി ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. റസൂലുള്ളാഹിയുടെ മരണം സംഭവിച്ചതിന് ശേഷം അവിടുത്തെ പത്നിമാർ ഇഅ്തികാഫിരുന്നിരുന്നു. മിൻ ബഅദിഹി, റസൂലുള്ളാഹിയുടെ കാലശേഷം, റസൂലുള്ളാഹി വഫാത്തായതിനു ശേഷം പത്നിമാർ ആയിഷ റളിയല്ലാഹു തആല അൻഹ, സൗദ റളിയല്ലാഹു തആല അൻഹ ഉൾപ്പെടെയുള്ള പ്രഗൽഭരായ 9ഓളം ഭാര്യമാർ അവർ റസൂലുള്ളാഹിയുടെ പള്ളിയിൽ മസ്ജിദുൻ നബവിക്കകത്ത് ഇഅ്തികാഫിരുന്നിരുന്നു. സ്ത്രീകൾ ശ്രദ്ധിക്കുക, അതിന് സൗകര്യമുള്ള ആളുകൾ, വീട്ടിൽ സൗകര്യമുള്ളവർ, ഭർത്താവിന്റെ അനുവാദമുള്ള ആളുകൾ, ഭക്ഷണവുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ ഇഅ്തികാഫ് ഇരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ പള്ളി അതിന്റെ പണികളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ലഭ്യമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, പൂർണ്ണമായും തുറന്നിടാൻ കഴിയാത്ത അവസ്ഥയുണ്ട്, ബ്ലോക്ക് ചെയ്യുന്നൊരവസ്ഥയുമില്ല. ഉള്ള ഇവിടെ തന്നെയാണ് ജമാഅത്ത് നടക്കുന്നത്. ഇവിടെ തന്നെ ആളുകൾ കിടക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും. കിടക്കുന്ന ആളുകളൊക്കെ ഒരു സൈഡിലേക്ക് ഒക്കെ ഒന്ന് മാറിയിരുന്ന് ജമാഅത്തിനുള്ള സംവിധാനങ്ങൾ, അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്തു കൊടുത്ത് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ ശല്യപ്പെടുത്തുന്നു ചെയ്യാത്ത വിധത്തിൽ ഉള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇഅ്തികാഫിനെ ഉപയോഗിക്കണം. പരിസരത്തൊക്കെ പള്ളികൾ എവിടെയൊക്കെയാണ് സൗകര്യമുള്ളെങ്കിൽ ആ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണം എന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കുക. എന്താണ് ഇഅ്തികാഫിന്റെ ആ സന്ദർഭത്തിൽ, ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന സന്ദർഭത്തിൽ നിർവഹിക്കേണ്ടത്? അല്ലാഹുമ്മ ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. റബ്ബേ, നീ മാപ്പ് ഇഷ്ടപ്പെടുന്നവനാണ്, നീ മാപ്പേകുന്നവനാണ്, നിന്നോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. റബ്ബിന്റെ പക്കൽ നിന്നുള്ള മാപ്പ്, വിട്ടുവീഴ്ച, അഫ്വ്, അത് മാത്രമാണ് സ്വർഗപ്രവേശനത്തിന്റെ മാനദണ്ഡം. എന്ത് ചെറുതും വലുതും ജീവിതത്തിൽ അബദ്ധങ്ങൾ, പാകപ്പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടോ, റബ്ബ് വിട്ടു പുറത്ത് മാപ്പാക്കി അവ മുഴുവൻ രേഖകളിൽ നിന്ന് നീക്കി സലീമായ ഒരു അവസ്ഥയിലേക്ക് ആയിരിക്കണം സ്വർഗപ്രവേശനം. അതുകൊണ്ട് അതിനുള്ള പരിഹാര മാർഗമായി തന്റെ പത്നിക്ക് റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്തതാണ്. ഞാൻ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ ഈ പ്രാർത്ഥന വർദ്ധിപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ആ രാത്രി അനുഗ്രഹമുള്ള രാത്രിയാണ്. റബ്ബിനോട് ബറക്കത്ത് ചോദിക്കുക. ആ രാത്രിയിലാണ് അടുത്ത ഒരു വർഷക്കാലത്തെ വിധി തീരുമാനങ്ങൾ. ഖദ്റിന്റെ രാത്രിയാണ്.
റബ്ബ് കാര്യങ്ങൾ തീരുമാനിക്കും. അടുത്ത ഒരു കൊല്ലം ഓരോരുത്തരുടെയും വിധി നിർണയത്തിന്റെ ഖദറിന്റെ രാവ് റബ്ബിനോട് ആ വിധി രേഖപ്പെടുത്തുന്ന സന്ദർഭത്തിൽ അത് കൽപ്പിച്ചു ഓർഡറാക്കുന്ന സമയത്ത് തന്റെ വിധി നന്നായി തീരാൻ, ഷെറുകളും ആപത്തുകളും മുസീബത്തുകളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിലേക്ക് വരാതിരിക്കാനൊക്കെയുള്ള പ്രാർത്ഥനകൾ അധികരിപ്പിക്കേണ്ട സന്ദർഭമാണ്. ഏത് സന്ദർഭത്തിലാണ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ടത്? വ്യത്യസ്തങ്ങളായ ഹദീസുകളിൽ വ്യത്യസ്ത പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, അത് റമദാനിന്റെ 29ന്റെ രാത്രിയെയും 27ന്റെ രാത്രിയെയും നിങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. 25ന്റെ രാത്രിയെയും 29ന്റെ രാത്രിയെയും നിങ്ങൾ പ്രതീക്ഷിക്കുക എന്ന് ഹദീസിൽ. വിശുദ്ധ ഖുർആൻ ആദ്യമായി ഇറങ്ങിയത് 25ന്റെ രാവിലായിരുന്നു. അതുകൊണ്ട് ആ രാവ് ആകാൻ സാധ്യതയുണ്ട് എന്ന് പണ്ഡിതന്മാര് പറയുന്നു. പണ്ഡിതന്മാരെ ഈ വിഷയത്തിൽ ലൈലത്തുൽ ഖദർ ആവർത്തിച്ച് നടക്കുന്ന ഒരു പ്രക്രിയയാണ് എന്നും അത് ഏത് അവസാനത്തെ ഒറ്റയിട്ട രാവിലും ആയി മാറാമെന്നും, അതുകൊണ്ട് വിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ അതിനെ പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. കൃത്യമായ ഒരു ദിവസം അതിനെ സംബന്ധിച്ച് അറിയിക്കപ്പെട്ടിട്ടില്ല. റസൂലുള്ളാഹി അറിഞ്ഞിരുന്നു അത് ഏതാ ദിവസം. അത് സമൂഹത്തോട് പറയുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളിലേക്ക് ഇറങ്ങിയ സമയത്ത് വഴിയിൽ 2 ആളുകൾ ശണ്ട കൂടുന്നതായി, അവർ കലഹിക്കുന്നതായി കണ്ടു. ആ പ്രശ്നമൊക്കെ പരിഹരിച്ച് തീർന്നപ്പോഴേക്ക് ആ ഡേറ്റ് റസൂലുള്ളാഹിയിൽ നിന്ന് മറപ്പിക്കപ്പെട്ടു എന്ന് സ്വഹീഹായ ഹദീസുകൾ കാണാം. അത് കൃത്യമായ ഒരു ഡേറ്റ് അറിയിച്ചു കഴിഞ്ഞാൽ അന്നത്തേക്ക് ദിവസം മാത്രമായി ആളുകളുടെ ആരാധനകൾ പരിമിതപ്പെടുകയും മറ്റുള്ള ദിവസങ്ങളിലെല്ലാം താന്തോന്നികളായി തന്നിഷ്ടക്കാരായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ കലഹിക്കാം. നിങ്ങൾ നന്മയിലല്ല ഉള്ളത്, തിന്മയിൽ. അതുകൊണ്ടൊരു പരീക്ഷണം എന്ന നിലക്ക് ബോധമുള്ള ആളുകൾക്ക് കൂടുതൽ ദിവസങ്ങളെ പ്രതീക്ഷിക്കുകയും നന്മ വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള നിലക്ക് അത് മറപ്പിക്കപ്പെട്ടു, റസൂലിൽ നിന്ന് അത് ഉയർത്തപ്പെട്ടു എന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് റമദാനിന്റെ അവസാനത്തെ ഈ 10 ദിവസത്തെ നന്നായി ഉപയോഗപ്പെടുത്താൻ, ഏതൊക്കെ നന്മകളായുണ്ടോ നന്മകളൊക്കെ ഒന്ന് തന്നിലേക്ക് കൊണ്ട്, എന്തൊക്കെ ശീലമില്ലാത്ത ചില നന്മകളും ആൾക്ക് ശീലം ഉണ്ടാവും. പള്ളിക്ക് കയറി വന്ന 2 റക്അത്ത് തഹയ്യത്ത് നിസ്കരിക്കും. ശീലമുള്ളവരുണ്ട്, ശീലമില്ലാത്തവർ. പുതിയ നന്മയുടെ ശീലങ്ങളൊക്കെ ഒന്ന് ആരംഭിക്കാൻ ഈ സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا فيه كما ربنا ويرضى. الصلاة والسلام الأتمان الأكملان خاتم الأنبياء والمرسلين محمد آله وصحبه أجمعين. أما بعد يا أيها الناس أوصيكم وإياي ثانيا بتقوى الله. സഹോദരന്മാരെ, റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുക. ലൈലത്തുൽ ഖദർ അത് സംഭവിക്കുക റമദാൻ മാസം 27-നായിരിക്കും. 27ന്റെ രാവിലായിരിക്കും ആണ് എന്ന് ഉറപ്പിക്കുകയും അന്നേ ദിവസത്തിന് ചില പ്രത്യേകതകൾ നൽകുകയും അതൊരാഘോഷ ദിവസമായി, അത് പ്രത്യേകമായ ചില ദിക്റുകളുടെ, ചില ഉറാദുകളുടെ, ചില ഗ്രന്ഥങ്ങളുടെ പാരായണങ്ങളുടെ ഒക്കെ ഒരു ദിവസമായി, അന്നേ ദിവസം പ്രത്യേകമായ ഒരു ദാനധർമ്മം, ചിലർ പഴയ കാലത്ത് നിന്ന് കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും സമൂഹത്തിന് ഇന്നും പ്രകടമായി നിലനിൽക്കും. ആളുകൾ വീടിന്റെ മുമ്പത്ത് വരിയായി ക്യൂ നിന്ന് ചില്ലറ നാണയത്തുട്ടുകളൊക്കെ എറിഞ്ഞു കൊടുക്കുന്ന, സക്കാത്തിന് വേണ്ടി ആളുകൾ അങ്ങാടിയിലേക്ക് ഇറങ്ങുന്ന, ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രവണത സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഒരിക്കലും ലൈലത്തുൽ ഖദർ റമദാൻ 27ന്റെ രാവിലാണ് എന്ന് കൃത്യമായി ഖണ്ഡിതമായി വ്യക്തമാക്കുന്ന ഒരു ഹദീസും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വ്യത്യസ്തങ്ങളായ ദിവസങ്ങളെ കുറിച്ച് അവസാനത്തെ 10 രാവിൽ, ഒറ്റയിട്ട രാവിൽ എല്ലാ രാവുകളും പരാമർശിക്കുന്ന ഹദീസ് കാണാം. 21-ലും 23-ലും 25-ലും നിങ്ങളത് പ്രതീക്ഷിക്കുക, 25-ലും 27-ലും 29-ലും പ്രതീക്ഷിക്കുക, 27-ലും 29-ലും പ്രതീക്ഷിക്കുക എന്നൊക്കെ തുടങ്ങിയുള്ള നിരവധി ഹദീസുകൾ അത് സംബന്ധമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സംശയമല്ല, അത് റമദാന്റെ അവസാനത്തെ 10-ലാണ്, അത് ഒറ്റയിട്ട രാവുകളിലാണ്.
എല്ലാ രാവുകളെയും ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവും. ഖുർആനിന്റെ അവസാന ഭാഗത്തേക്ക് നീങ്ങുമ്പോൾ നമ്മൾ നിർവഹിക്കപ്പെടേണ്ട കർമ്മങ്ങളിൽ സുപ്രധാനമായ ഒരു കർമ്മമാണ് ഫിത്ർ സക്കാത്ത് എന്നുള്ളത്. വിശദീകരിക്കപ്പെടേണ്ട ആവശ്യമില്ല. 2 ലക്ഷ്യങ്ങളാണ് ഫിത്ർ സക്കാത്ത് നൽകുന്നതിന്. 2 ഉദ്ദേശങ്ങളാണ്. ഒന്ന്, നോമ്പില് നമ്മുടെയൊക്കെ ഭാഗത്ത് സംഭവിച്ചു പോയ അപാകതകൾ പൊറുക്കപ്പെടുന്നത്. 2, റമദാൻ കഴിഞ്ഞാൽ അടുത്ത ദിവസം, നെക്സ്റ്റ് ഡേ, ഒന്ന് ആഘോഷത്തിന്റെ ദിവസം. ഈ ഉമ്മത്തിൽ ആരും ഭക്ഷണം കഴിക്കാതെ ആഘോഷിക്കാതെ നോമ്പ് നോക്കൽ ഹറാമാണ്. ശവ്വാൽ മാസം 1-ാം തീയതി നോമ്പ് നോക്കൽ ഹറാം. എല്ലാവരും ആഘോഷിക്കും. എല്ലാ ദരിദ്രന്മാർക്കും വന്ന് ഭക്ഷണം ഉണ്ടായിരിക്കും. ആ ഭക്ഷണത്തിന് വേണ്ടി ഓരോ പ്രദേശത്തുമുള്ള, ഓരോ നാട്ടിലുമുള്ള ജനങ്ങളുടെ എന്താണോ സ്ഥിരഭക്ഷണം, ആ ഭക്ഷണ പദാർത്ഥമായി കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യേണ്ടതുണ്ട്? അവർ ഫിത്ർ സക്കാത്ത് നൽകേണ്ടതുണ്ട്. അത് ഈദ്ഗാഹിലേക്ക് പോകുന്നതിന് മുൻപ് നൽകപ്പെടേണ്ടതുണ്ട്. സൗകര്യപ്രകാരം 1-2 ദിവസം മുൻപ് വിതരണം ചെയ്യപ്പെടാവുന്നതാണ്. ഈദ്ഗാഹിലേക്ക് പുറപ്പെട്ടതിന് ശേഷം അത് നൽകിക്കഴിഞ്ഞാൽ അത് ഫിത്ർ സക്കാത്തായി പരിഗണിക്കുകയില്ല. അത് സ്വതക്കയായി മാത്രമേ പരിഗണിക്കപ്പെടുകയുള്ളൂ. ഓരോരുത്തരുടെയും ഫിത്ർ സക്കാത്ത് നൽകേണ്ടത് അവനവനാണ്. എന്റെ സക്കാത്ത് നൽകേണ്ടത് ഞാനാണ്, എന്റെ ഭാര്യയുടെ സക്കാത്ത് നൽകേണ്ടത് അവളാണ്. സ്വന്തമായി കൈവശം വരുമാനമില്ലാതെ, പണമില്ലാതെ, സാമ്പത്തികമായി മറ്റൊരാളുടെ കീഴിൽ ജീവിക്കുന്ന, ജോലിയൊന്നുമില്ലാത്തൊരു ഭാര്യ ഭർത്താവിനെ ആശ്രയിച്ച് ജീവിക്കുന്നു. ജോലിയും വരുമാനം ഒന്നുമില്ലാത്ത കുട്ടികൾ അവരുടെ പിതാവിനെ ആശ്രയിച്ച് ജീവിക്കുന്നു. സാമ്പത്തികമായ മറ്റൊരാളുടെ ആശ്രയത്തിൽ, നിയന്ത്രണത്തിലാണ് ഉള്ളതെങ്കിൽ ആ ആളുകളുടെ മുഴുവൻ ഫിത്ർ സക്കാത്ത് നിർവഹിക്കേണ്ടത് ആ വ്യക്തിയാകുന്നു. നൽകേണ്ടത് 4 കോരൽ കൈ കൊണ്ട്, 2 കൈയും കൂട്ടിപ്പിടിച്ച്, അത് മുദ്ദെന്ന് പറയും. 4 മുദ്ദ് അഥവാ 1 സാ. ഏകദേശം 2 കിലോഗ്രാം 100 ഗ്രാം, 2 കിലോഗ്രാം 150 ഗ്രാം, 2.25 കിലോഗ്രാം. 2 കിലോയുടെയും 2.25 കിലോഗ്രാമിന്റെയും ഇടയിലെ ആ അളവ് ഉണ്ടാവുകയുള്ളൂ. അതിന്റെ മുകളിലേക്ക് അത് പോവുകയില്ല. പരിശോധിക്കുകയും അളവ് പാത്രം, സ്വായിന്റെ അളവ് പാത്രങ്ങളൊക്കെ ലഭ്യമാണ്. ഒരു പരമാവധി ഒരു 2.5 കിലോ. ആരാ നൽകേണ്ടത്? റമദാൻ കഴിഞ്ഞ് പിറ്റത്തെ ദിവസം ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് ആരുടെയൊക്കെ വീട്ടിൽ ഭക്ഷണത്തിന്റെ വസ്തു ബാലൻസ് ഉണ്ടോ അവർ മുഴുവൻ ഫിത്ർ സക്കാത്ത് നൽകാൻ ബാധ്യസ്ഥ. ദരിദ്രരും ഉൾപ്പെടും. അവൻ പേരിൽ മറ്റു വിഷയം, അവന് കടമൊക്കെ ഉണ്ടായിരുന്നു, കടവും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ പെരുന്നാൾ ദിവസം ഭക്ഷണം കഴിച്ച് തൊട്ടടുത്ത ദിവസത്തേക്ക് ബാലൻസ് സൂക്ഷിക്കാൻ ആരുടെ അടുത്തൊക്കെ ഉണ്ടോ അവൻ മുഴുവൻ, അവനക്കും വേണം. അവന്റെയും നോമ്പിന്റെ പാകപ്പഴവുകൾ പൊറുക്കപ്പെടുന്ന അവസ്ഥ അവനും ഉണ്ടായിരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മേഖല ശ്രദ്ധിക്കുക. അതിന്റെ വിതരണ സൗകര്യാർത്ഥം നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ഏകദേശം 2.5 കിലോ അരി അത് വാങ്ങി പാക്ക് ചെയ്ത് വിതരണം ചെയ്യാൻ ആവശ്യമായ പണം ശേഖരിക്കലാണ്. ഒരു വ്യക്തിക്ക് 200 രൂപ എന്ന നിരക്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയോടനുബന്ധിച്ച് ഫിത്ർ സക്കാത്ത് വിതരണ സംവിധാനം എല്ലാ വർഷങ്ങളെയും പോലെ ഇവിടെയും ഉണ്ടായിരിക്കും. ഈ പള്ളിയോടനുബന്ധിച്ചുകൊണ്ട് ഫിത്ർ സക്കാത്ത് നൽകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ പരമാവധി ഒരാഴ്ച, അടുത്ത വ്യാഴാഴ്ചയോ അടുത്ത വെള്ളിയാഴ്ചക്ക് മുമ്പായിക്കൊണ്ട്, അടുത്ത വെള്ളി കഴിഞ്ഞ്, മിക്കവാറും പെരുന്നാള് തിങ്കളാഴ്ച ആയിരിക്കും ഇൻഷാ അല്ലാഹ്. നോമ്പ് 29-ന് ഏകദേശം 1 മണിക്കൂറോളം മാസപ്പിറവി ഹിലാല് ആകാശത്തിൽ ഉണ്ടായിരിക്കും. കാണുകയാണെങ്കിൽ 30-ാമത്തെ നോമ്പ് ഉണ്ടാവില്ല. മാർച്ച് മാസം 31-ാം തീയതി പെരുന്നാളാകാനുള്ള സാധ്യത ഉണ്ട്. തിങ്കളാഴ്ച ഒരു ശനി ഞായർ 2 ദിവസത്തെ ഗ്യാപ്പാ അതിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് കിട്ടും. വ്യാഴാഴ്ചയും പിന്നെ വെള്ളിയാഴ്ചയൊക്കെ മുമ്പായിട്ട് പള്ളിയിൽ ഏൽപ്പിക്കാൻ ശ്രദ്ധിക്കാറ്. എല്ലാറ്റിലും അവർ അലംഭാവം കാണിച്ച് അവസാനത്തെ ദിവസം രാത്രി 10 മണിക്ക് ഫോൺ ചെയ്യുന്ന ചില മനുഷ്യന്മാരുണ്ട്. അവിടുന്നൊക്കെ ഒന്ന് മാറുക. ഈ നോമ്പ് എന്നൊക്കെ പറയുന്നത് മാറ്റത്തിനുള്ള, അവനവന്റെ ജീവിതത്തെയൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വളവും തിരിവൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കാനുള്ളതാണ് നോമ്പ്. ആ നോമ്പ് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കൊല്ലം എത്ര വച്ചിട്ടിട്ട് ഇവിടുന്ന് പറഞ്ഞാലും പിന്നെയും കഴിഞ്ഞ കൊല്ലം റമദാൻ ഒരാൾ 11 മണിക്കുണ്ട് ഫോൺ. എന്നിട്ട് ആ പണം കൊണ്ട് അങ്ങാടി പോയിട്ട് പിന്നെ അരി വാങ്ങി 3-4 ആളുകൾക്ക് ഒരാളെ ഏൽപ്പിക്കേണ്ടി വന്നു. അതുകൊണ്ട് അടുത്തുള്ള ആളുകൾക്ക് ആർക്കൊക്കെ എനിക്ക് കൊടുത്തു വിട്ടുകൊണ്ടിരുന്നത്. ഞാൻ നേരം വിളിച്ചു കഴിഞ്ഞാൽ ഈദ്ഗാഹിക്ക് പോകാനുള്ള തിരക്കിലാണ് ആളുകൾ. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ, ഒരു സൂക്ഷ്മതയൊക്കെ വെച്ച് പുലർത്തുക. 10 ദിവസം, ചിലപ്പോ 9 ദിവസം, മാക്സിമം 10 ദിവസം ഒരൊറ്റ സെക്കൻഡ് പോലും അത് നഷ്ടപ്പെടാത്ത വിധം ശ്രദ്ധിക്കുക. റമദാൻ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കി പോയല്ലോ എന്ന ഒരു നിരാശ മരണത്തിന് അഭിമുഖമായി നിൽക്കുമ്പോൾ നന്നായിക്കോളാം, ഞാൻ ഒന്ന് അജര് നീട്ടി തന്നാൽ ഞാൻ നന്നായിക്കോളാം എന്ന് പറയേണ്ട ഒരു ഗതികേട് ഇല്ലാത്ത വിധം ബുദ്ധിയുള്ള ആളുകളോട്
ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളിൽ മുന്നേറുവാനുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൽ ഇല്ലാത്ത നന്മകളെല്ലാം ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അവൻ തൗഫീഖ് നൽകുമാറാവട്ടെ. എന്തൊക്കെ തിന്മകൾ ജീവിതത്തിൽ കൂടപ്പറപ്പുകളായി കൊണ്ടു നടക്കുന്നുണ്ടോ അവയെ മുഴുവൻ റമദാനോടുകൂടി ശുദ്ധീകരിച്ച് നല്ല ജീവിതം നയിക്കാൻ റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. എന്തൊക്കെ പാപങ്ങൾ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുണ്ടോ റമദാനിൽ ചെയ്ത സൽക്കർമ്മങ്ങളെ അല്ലാഹു മുഖവിലക്കെടുത്തുകൊണ്ട് അവ മുഴുവൻ പുറത്ത് മാപ്പാക്കി തരികയും അവന്റെ സ്വർഗ്ഗലോകത്ത് അവൻ നമ്മെയും നമുക്ക് മുൻപ് മരണപ്പെട്ടു പോയ ആളുകളെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ. പ്രത്യേകമായി പേരെടുത്തുകൊണ്ട് ഞാൻ ആരെയും പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പള്ളിക്ക് സ്ഥലം അനുവദിച്ച വ്യക്തി, ഈ പള്ളിയുടെ ഒന്നാമത്തെ ഘട്ടം മുതൽ അതിന്റെ നിർമ്മാണത്തിലുണ്ടായിരുന്ന ആളുകൾ, ഇവിടെ മുൻപ് ഖുതുബ നിർവഹിച്ചു പോയിരുന്ന പണ്ഡിതന്മാര്, പള്ളിയുടെ പുനർനിർമ്മാണവുമായി അതിന്റെ പുനരുദ്ധീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറുതും വലുതുമായി വ്യത്യസ്തങ്ങളായ ദാനധർമ്മങ്ങൾ നിർവഹിച്ച ആളുകൾ, ഒരുപാട് സേവന മേഖലകളിൽ പള്ളിയുടെ നോമ്പുതുറയുമായി ബന്ധപ്പെട്ടും ഇരിക്കുന്ന സമയത്ത് അതിന്റെ ഭക്ഷണങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് നന്മയിൽ പങ്കാളിത്തം വഹിച്ച ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم ادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. وصلى الله على محمد وسلم والحمد لله رب العالمين.